പ്രായമാകുമ്പോൾ മനുഷ്യരിൽ ഉണ്ടാകുന്ന ശാരീരിക പ്രശ്നങ്ങൾ പോലെ തന്നെയാണ് മാനസിക പ്രശ്നങ്ങളുമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. പക്ഷേ ഇത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ സാന്ത്വനവും ചികിത്സയും ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലായിരിക്കും. കോഴിക്കോട് ഇംഹാസിൽ മാത്രം ഒരു മാസം 80-ലധികം പേരെങ്കിലും ഇത്തരത്തിൽ ചികിത്സ തേടിയെത്തുന്നുണ്ട്. പല സമയത്തും ഹസ്ബൻഡും വൈഫ് കാണും. ഹസ്ബൻഡിന് ഇഷ്യൂ ആണെങ്കിൽ വൈഫ് കൊണ്ടുവരും, വൈഫിന് ഇഷ്യൂ ആണെങ്കിൽ ഹസ്ബൻഡ് കൊണ്ടുവരും. ചില സമയത്ത് ഇവിടെ നമുക്ക് ചില ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില ഫാമിലീസ് കുട്ടികളും ഉണ്ട് കൂടെ, കുട്ടികൾ കാണും അല്ലെങ്കിൽ ഗ്രാൻഡ് ചിൽഡ്രൻ കാണും. അങ്ങനത്തെ ലക്കി ഫാമിലീസ് ആണെങ്കിൽ അവരും കൊണ്ടുവരും. ഒരു മാസം ഇങ്ങനെ കോഴിക്കോട് ഇംഹാൻസിൽ വാർദ്ധക്യത്തിലെത്തിയ 80ഓളം പേരെങ്കിലും ചികിത്സയ്ക്കായി എത്തുന്നുണ്ട്. ഇത് ചികിത്സയ്ക്ക് എത്തുന്നവരുടെ കണക്കാണെങ്കിൽ രോഗാവസ്ഥ പോലും അറിയാതെ വാർദ്ധക്യത്തിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് ഭൂരിപക്ഷവും. വാർദ്ധക്യത്തിലെ ഒറ്റപ്പെടൽ വിഷാദത്തിലേക്കും മറവി രോഗത്തിലേക്കും നയിക്കും. പ്രായം ചെന്നവരുടെ കഴിവുകളെ എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്നാണ് ചിന്തിക്കേണ്ടതെന്ന് ഈ രംഗത്ത് പഠനം നടത്തുന്ന കോഴിക്കോട് ഇംഹാൻസിലെ ഡോക്ടർ ഷീബ നൈനാൻ പറയുന്നു. ഇവൻ 86-year-old ആൾക്കാരാണെങ്കിൽ 87-year-old എത്രയോ പേര് എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണ്, എത്രയോ ഹൈ IQ ഉള്ള ആൾക്കാരാണ്, എത്രയോ സ്കിൽസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ അവരൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മളെല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കരുത്. കാരണം എല്ലാവരും ഡിഫറെൻ്റ് ആണ്. ഒരാളുടെ സ്കില്ലായിരിക്കില്ല മറ്റേയാളുടെ സ്കിൽ. അത് നമുക്ക് കണ്ടുപിടിച്ച് ഒരാളെ എൻഗേജ്ഡ് ആക്കുവാണെങ്കിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കാം. എസ്പെഷ്യലി കേരളത്തിലാണ് മുതിർന്നവരുടെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ളത്. വയോമിത്രവുമായി സംയോജിപ്പിച്ച് സമൂഹത്തിന്റെ താഴെത്തട്ടിൽ പ്രായമായവരുടെ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും സംരക്ഷിക്കുന്നതിന് നോഡൽ സെന്ററുകൾ ഉൾപ്പെടെ നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യവും ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു. ക്വാളിഫൈഡ് ആൾക്കാരും ട്രെയിനിങ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും ബാക്കിയുള്ള ട്രെയിനിങ് ബാക്കിയുള്ളവർക്കും കൊടുക്കാൻ. പിന്നെ മുതിർന്നവരെ നോക്കുന്ന ആൾക്കാർക്കുള്ള സപ്പോർട്ട്, കെയർ ഗിവേഴ്സ് നമ്മൾ പറയും, അത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അവരുടെ ഹെൽത്തും നോക്കേണ്ട ഒരു കാര്യം വളരെ ശ്രദ്ധമായിട്ടുണ്ട്. വാർദ്ധക്യകാല പ്രയാസങ്ങളെ എങ്ങനെ സംസ്ഥാനത്തിന് തരണം ചെയ്യാമെന്ന ആലോചനകൾക്ക് തുടക്കം കുറിച്ച അമൃത TV ക്യാമ്പയിന് ഡോക്ടർ ആശംസകളും അറിയിച്ചു. നല്ല കാര്യമാണ് ഞാൻ പറയുള്ളൂ. കാരണം മുതിർന്നവർക്ക് എത്രത്തോളം സപ്പോർട്ട് കിട്ടുന്നോ, എവിടുന്നൊക്കെ സപ്പോർട്ട് കിട്ടുന്ന അത്രയും നല്ല കാര്യമാണ്. നമ്മൾ എങ്ങനെ അത് അഡ്രസ്സ് ചെയ്യണം, നമ്മളെല്ലാം പ്രിപ്പയർഡ് ആയിട്ടിരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ എത്രയോ ആൾക്കാർക്ക് നമുക്ക് ആ എഡ്യൂക്കേഷൻ അവയർനെസ് കൂട്ടാൻ പറ്റുന്നോ അത് അത്രയും നല്ലതാണ്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.